semester, the last semester of BPharm. All students should compulsorily study mainly two subjects, that is the research methodology and biostatistics and social and preventive pharmacy. ഇതാണ് എട്ടാമത്തെ സെമിസ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ. കണ്ടല്ലോ? ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മളൊരു ചെറിയൊരു സ്റ്റാർ പോലെ ഇട്ടിട്ടുണ്ട്. കണ്ടോ? ബയോസ്റ്റാറ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജിയും സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് ഫാർമസി എന്ന് പറയുന്ന രണ്ട് സബ്ജക്ട്സ് എല്ലാ കുട്ടികളും കമ്പൾസറി ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനിയുള്ള സബ്ജക്ട്സ്, അതായത് നമ്പർ 3 മുതൽ ഒരു 11 വരെ എഴുതിയിരിക്കുന്ന സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 2 സബ്ജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാം, ഇഷ്ടമുള്ള സബ്ജക്ട്സ്. ഇപ്പം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ സെലക്ട് ചെയ്തത് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹെർബ്സ് എന്ന് പറയുന്ന ആ 6ാമത്തെ നമ്പർ ഇട്ടിരിക്കുന്ന ആ സബ്ജക്റ്റും പിന്നെ 9ാമത്തെ ആ കോസ്മെറ്റിക് സയൻസ്. ഓക്കെ, സോ ടോട്ടലി എനിക്ക് എത്ര സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നു? 4 സബ്ജക്റ്റ്. ഓക്കെ, ആദ്യത്തെ 2 എണ്ണം ദാറ്റ് ഈസ് കമ്പൾസറി ഫോർ ഓൾ, ആൻഡ് പിന്നുള്ള 2 സബ്ജക്ട്സ് അത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ആൻഡ് അത് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹെർബ്സ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിരുന്നത്. പിന്നെ കോസ്മെറ്റിക് സയൻസ്. എനിക്ക് കിട്ടിയ പ്രൊജക്റ്റ് വർക്ക് വാസ് അണ്ടർ കോസ്മെറ്റിക് സയൻസ്. ഓക്കെ, അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ ഏതെങ്കിലും 2 എണ്ണം, അപ്പം അതിൻ്റെ അണ്ടറിലുള്ള ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊജക്റ്റ് വർക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി മാർക്കൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു പ്രൊജക്റ്റ് വർക്ക്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ. ഓക്കെ, അതായത് നമ്മുടെ ആദ്യത്തെ 2 വിഷയവും പ്രൊജക്റ്റ് വർക്കും എല്ലാ കുട്ടികൾക്കും കമ്പൾസറി ആണ്. പിന്നുള്ള നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് കൂടാണ്ട് അതായത് ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാം, എന്നിട്ട് കോസ്മെറ്റിക് സയൻസ് എടുക്കാം. മീൻസ് 2 സബ്ജക്ട്സ് അങ്ങനെ എടുക്കാൻ പറ്റും. അതുപോലെ ഫാർമക്കോ വിജിലൻസും എക്സ്പെരിമെൻ്റൽ ഫാർമക്കോളജി പഠിക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും സബ്ജക്ട്സ് നമുക്ക് കോമ്പിനേഷനായിട്ട് ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നിക്സ്, അങ്ങനെ ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആ ഒരു നമ്പർ 3 മുതൽ 11 വരെ കൊടുത്തിട്ടില്ലേ, അതിലേതെങ്കിലും 2 സബ്ജക്റ്റുകൾ ഓക്കെ നിർബന്ധമായിട്ടും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ ഇത്രയും സെമിസ്റ്റർ പഠിച്ചു അവസാനം 8ാമത്തെ സെമിസ്റ്ററിൽ നിൽക്കുകയാണ്. സോ 8ാമത്തെ സെമിസ്റ്ററിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം നമ്മൾ എഴുതുമ്പം ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, കാരണം നമ്മൾ ഫസ്റ്റ് ആ ഒരു ടൈമിൽ തന്നെ എഴുതുവാണെങ്കിൽ നമുക്ക് ഫെയർവെല്ലും ഗ്രാജുവേഷനൊക്കെ ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് സൂക്ഷിക്കുക. അത്യാവശ്യം നമ്മൾ എന്താ പറയുക, ആക്സിഡൻസ് ഒന്നും വരാതെ, ഫുഡ് പോയ്സൺ ഒന്നും അടിക്കാണ്ട് നമ്മൾ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ നോക്കുക. ബിക്കോസ് ഇറ്റ്സ് ദ ലാസ്റ്റ് സെമിസ്റ്റർ ഓഫ് യുവർ BPharm കോഴ്സ് ആൻഡ് ദർ ഇസ് ഓൺലി 1 ചാൻസ് ഫോർ യു യൂണിവേഴ്സിറ്റി എക്സാം. ഇൻ കേസ് യു ഗെറ്റ് എ സപ്ലി, പിന്നെ അറിയാമല്ലോ നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. മാത്രമല്ല ഈ ഒരു 8ാമത്തെ സെമിസ്റ്ററിന് ഒരു ഫസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന ആ ഒരു ചാൻസ് ഇല്ലേ, അത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സപ്ലി എക്സാം വരുന്നത് കുറേ മാസങ്ങൾക്ക് ശേഷമായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രൈ തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇത്രയും നാൾ പഠിച്ച് വന്നതിൻ്റെ ഒരു മെയിൻ റിസൾട്ട് അറിയണമെങ്കിൽ നമ്മളത് 8ാമത്തെ സെമിസ്റ്ററിൽ ഫസ്റ്റ് ട്രൈ തന്നെ എഴുതിയെടുക്കുന്നതിലാണ്. പിന്നെ അല്ലാണ്ട് നമ്മളിപ്പം ഓക്കെ ഫ്യൂച്ചർ ലൈഫൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. കാരണം 8ാമത്തെ സെമിസ്റ്റർ ഫസ്റ്റ് ട്രൈ തന്നെ പാസ്സാവാണ്ട് സപ്ലി കിട്ടിയ കുട്ടികളും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, സക്സസ് ഇതിലൊന്നും അല്ല. നമ്മൾ ഒരു സപ്ലിയും അടിക്കാണ്ട് നമ്മൾ എല്ലാം പാസ്സായി കറക്റ്റായിട്ട് വന്ന കുട്ടിയേക്കാളും ചിലപ്പം ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുന്നത് സപ്ലി അടിച്ച് വന്നവരായിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം ലൈഫ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് അമേസിങ് ആസ് യു ഓൾ നോ. സോ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് യു പുട്ട് വിൽ ഓൾവേസ് റിസൾട്ട് ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് 8ാമത്തെ സെമിസ്റ്ററിൽ ആദ്യത്തെ സബ്ജക്റ്റായ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ മെയിനായിട്ട് എന്താണ് റിസർച്ച്, ടൈപ്സ് ഓഫ് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട എത്തിക്സ്, ഡേറ്റ കളക്ഷൻ മെത്തേഡ്, എപ്പിഡമിയോളജിക്കൽ മെത്തേഡ്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഇത് നമ്മുടെ MPharmൻ്റെ ഒരു സബ്ജക്റ്റും കൂടാണ്. ഇൻ കേസ് നമ്മൾ BPharm കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് MPharm, മാസ്റ്റർ ഓഫ് ഫാർമസി. അപ്പം നമ്മളിതിൽ പഠിക്കുക 2 വർഷത്തെ കോഴ്സാണത്. അതിൽ നമുക്കൊരു മെയിൻ സബ്ജക്റ്റാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി. കാരണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളും ഐഡിയാസൊക്കെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ
പഠിക്കാൻ കിട്ടും. മാത്രമല്ല ഇത് കുറച്ച് കൺഫ്യൂഷൻ വരും നമുക്ക് പഠിച്ചു തുടങ്ങുമ്പം. കാരണം ഒരുപാട് കോഹോർട്ട് സ്റ്റഡീസ്, കേസ് കൺട്രോൾ സ്റ്റഡി, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് അങ്ങനെയൊക്കെ നമുക്ക് പഠിച്ചവർക്ക് അറിയാം. അതൊരു സംഭവം തന്നെയാണ്. അങ്ങനെ കൃത്യമായ നല്ല സിമ്പിളായിട്ടുള്ള നോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. സോ എല്ലാപ്പോഴും ഉള്ള പോലെ തന്നെ 5 യൂണിറ്റാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജിക്ക് ഉള്ളത്. സോ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് ആണ്. അത് കഴിഞ്ഞ് ടൈപ്സ് ഓഫ് ഡേറ്റ, പ്രൈമറി സെക്കൻഡറി ഡേറ്റ, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു എപ്പിഡമിയോളജിക്കൽ മെത്തേഡ്സ്. നമുക്ക് കൊറോണ കാലം വെച്ചിട്ടൊക്കെ അത് പഠിക്കാൻ പറ്റും. ഓക്കെ, പാൻഡമിക്, എപ്പിഡമിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ക്ലിനിക്കൽ ട്രയൽ, ഇൻ്റർവെൻഷൻ സ്റ്റഡീസ്, വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി, പിന്നെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്സ്, സാമ്പിൾ സൈസ്. നമ്മളിപ്പോൾ ഒരു പോപ്പുലേഷൻ എടുത്തിട്ട് അതിൽ ഒരു 100 പേരുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ 50 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഡ്രഗ് കൊടുക്കത്തില്ലേ, എന്നിട്ട് അവരിൽ പഠനം നടത്തത്തില്ലേ, അങ്ങനെയുള്ള കുറേ കണക്കും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, then research question and hypothesis, p-value, type 1, type 2 errors, computer softwares in biostatistical analysis. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ പഠിച്ചല്ലേ പറ്റൂ. സോ തീസിസ് റൈറ്റിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ പഠിക്കാനുണ്ട് നമ്മുടെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജിയിൽ. കണ്ടോ, ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്ന് എപ്പോഴും ഒരു പിടിയില്ല. കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടില്ലേ പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്, അത് ശരിക്കും നല്ല തറവായിട്ട് പഠിച്ചിട്ടേ പോകാവൂ. കാരണം 2 മാർക്സിന് 5 മാർക്സിനൊക്കെ, അതുപോലെ 10 മാർക്സിനും ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം പഠിക്കണം. മീൻസ് അത് കണ്ട് അതിൻ്റെ ആ വേ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ മച്ച് ദിസ് സബ്ജക്റ്റ് ഈസ് ടഫ്. ഓക്കെ, സോ അടുത്തതാണ് സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് ഫാർമസി. ഇത് മറ്റേത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എളുപ്പമാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ഫാർമസി, ഹോസ്പിറ്റൽസ് അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ. നമ്മളൊരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള, അപ്പം ഹോസ്പിറ്റൽസ് അങ്ങനെ ക്ലിനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ പബ്ലിക് ഹെൽത്ത്. ഓക്കെ, പൊതുജനാരോഗ്യം, എൻ്റെ ഡെഫിനിഷൻ എന്താണ്, കൺസെപ്റ്റ് എന്താണ്, ഇവാലുവേഷൻ എന്താണ്, പിന്നെ ഏതൊക്കെ വൈറ്റമിൻസ് ഉണ്ട്, അതിൻ്റെ വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് പറയുന്ന പേര്. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡി അല്ലേ, ഡെഫിഷ്യൻസി വരുമ്പോൾ എന്താണ്, റിക്കറ്റ്സ് ഉണ്ടാവും കുഞ്ഞുങ്ങളിലാണെങ്കിൽ. അതുപോലെ വലിയവരിലാണെങ്കിൽ അങ്ങനെ, ഇപ്പം ലൈക്ക് ഓസ്റ്റിയോമലേഷ്യ. അതുപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ എ കുറയുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെ. ഓക്കെ, അതുപോലെ തന്നെ മാൽ ന്യൂട്രീഷൻ, നമുക്ക് ഇപ്പം മരാസ്മസ്, ക്വാർഷ്യോർക്കാർ എന്ന് പറയുന്ന ഡിസീസസ് ഒക്കെ അതിന് കീഴിൽ വരുന്നതാണ്. പിന്നെ വ്യക്തി ശുചിത്വം. ഓക്കെ, പിന്നെ അവോയ്ഡബിൾ ഹാബിറ്റ്സ്, ഇമ്പാക്റ്റ് ഓഫ് അർബനൈസേഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടും ഏത് ടോപ്പിക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നും എത്ര മാർക്കിനാണ് നമ്മളിതൊക്കെ നോക്കേണ്ടതെന്നും. ഇനി പ്രിവെൻറ്റീവ് മെഡിസിൻസിൽ യൂണിറ്റ് 2 നമുക്ക് പഠിക്കാനുള്ളത് പല ഡിസീസസിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിവെൻഷനും കൺട്രോൾ ഓഫ് ഡിസീസ്. അതായത് നമ്മൾ എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യണം, നിയന്ത്രിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം നമുക്ക് പഠിക്കാനുള്ളത് വെച്ച് കോളറ നോക്കുവാണെങ്കിൽ, ഇപ്പം കോളറ എന്താണ്, അത് ഒരു ബാക്ടീരിയ കോസ് ചെയ്യുന്നതാണോ അതോ വേറെ എന്തെങ്കിലും ആയിട്ട് കോസ് ചെയ്യുന്നതാണോ, അതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അതുപോലെ ലിംഫാറ്റിക് ഫൈലേറിയാസിസ്, അതായത് മന്ത്, ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, ക്യാൻസർ, പ്രമേഹം, പിന്നെ BP, ഹൈപ്പർ ടെൻഷൻ, ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, എബോള പോലെയുള്ള അസുഖങ്ങൾ എല്ലാം ഇതിൽ പഠിക്കാനുണ്ട്. ഇനിയുള്ളതാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, അതായത് ദേശീയ ആരോഗ്യ പദ്ധതികൾ. ഇഷ്ടംപോലുണ്ട്. അതിൽ സിലബസിൽ കൊടുത്തിരിക്കുന്നത് മാത്രം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഓക്കെ, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡെഫ്നെസ്, അതുപോലെ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, പിന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ്. അങ്ങനെ ഈ പ്രോഗ്രാമുകൾ എന്നാണ് ഇത് തുടങ്ങിയത്, ഇത് എന്തിനാണ് തുടങ്ങിയത്, ഇതാരാണ് നടത്തുന്നത്, എന്നിട്ട് ഇപ്പം ഇതിൻ്റെ ലക്ഷ്യം എത്തിയോ, ഇനി എത്രത്തോളം അതിൻ്റെ ലക്ഷ്യം എത്താനുണ്ട്, അതിൻ്റെ കണക്കും കാര്യങ്ങളും ഇവയെല്ലാം നമുക്കിതിൽ നോക്കാനുണ്ട്. ഓക്കെ, യൂണിറ്റ് 4 ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മലേറിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് നാഷണൽ മലേറിയ പ്രിവെൻഷൻ പ്രോഗ്രാം.
ഓക്കെ, അതുപോലെയാണ് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം, നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം. അപ്പം ഓരോ പ്രോഗ്രാംസിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് യൂണിറ്റ് 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി സർവീസസ് ഇൻ റൂറൽ, അർബൻ ആൻഡ് സ്കൂൾ ഹെൽത്ത്. ഇവിടെ നമ്മൾ ഫങ്ഷൻ ഓഫ് ദി PHC, ദാറ്റ് ഇസ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ റൂറൽ സാനിറ്റേഷൻ, ഹെൽത്ത് പ്രൊമോഷൻ, എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ. സോ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് ഈ നാഷണൽ പ്രോഗ്രാംസിൻ്റെ പേരും ഷോർട്ട് ഫോമും അത് തുടങ്ങിയ വർഷം, പിന്നെ അതുപോലെ കുറച്ച് വാക്സിൻസിൻ്റെ പേര് പഠിക്കാനുണ്ട് നമുക്ക്. ഈ പൾസ് പോളിയോ പ്രിവെൻഷൻ പ്രോഗ്രാം, അതുപോലെ അങ്ങനെ കുറേ. ഇപ്പം അതായത് ഏത് ഡിസീസ് വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് ഏത് ഡോസിലാണ്, എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് ഫാർമസിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്പർ ഓഫ് ഹെൽത്ത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? കണ്ടല്ലോ. ഇനി അടുത്തതാണ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹെർബ്സ്. ഞാൻ ചൂസ് ചെയ്തിരുന്നത് ഈ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഫാർമക്കോഗ്നോസി നമ്മൾ പഠിച്ചായിരുന്നില്ലേ, പ്രീവിയസ് ആയ സെമിസ്റ്ററിലൊക്കെ നമ്മളത് നോക്കിയതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വകയിൽ ബന്ധുവായിട്ട് വരും ഈ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹെർബ്സ്. ചുരുക്കം പറഞ്ഞാൽ ചെടികളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ പ്രീവിയസ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടുള്ള നോട്ടുകളൊക്കെ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്കതിവിടെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ICH ഗൈഡ് ലൈൻസ് നമ്മൾ വീണ്ടും ഇവിടെ പഠിക്കുകയാണ്. അതുപോലെ നമ്മൾ GMP, ഓക്കെ, GLP, GCP ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്വാളിറ്റി അഷുറൻസിൽ ഐ തിങ്ക് നമ്മളതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് തന്നെ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ആഴത്തിൽ ഇവിടെ നോക്കുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹെർബ്സിൽ നോക്കുകയാണെങ്കിൽ they discuss about the various methods and guidelines for evaluation and standardization of herbs and herbal drugs. The subject also provides an opportunity for the student to learn CGMP, അതായത് കറണ്ട് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, പിന്നെ GAP, അതായത് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ്. ഇതിനെല്ലാത്തിൻ്റെയും ഷോർട്ട് ഫോമും ഫുൾ ഫോമും ഒക്കെ പഠിക്കണം. പിന്നെ ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ്. ഇതൊക്കെ നമുക്ക് ആദ്യം കൺഫ്യൂഷൻ വരും, പക്ഷേ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൽ ഡിഫറൻസ്, എന്താണ് അവിടെ സിമിലർ ആയിട്ടുള്ളത്. ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ 5 യൂണിറ്റാണ് ഇതിലുള്ളത്. ബേസിക് ടെസ്റ്റ് ഫോർ ഡ്രഗ്സ്, പിന്നെ ICH ഗൈഡ് ലൈൻസ്, യൂറോപ്യൻ യൂണിയൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, പിന്നെ GMP റിക്വയർമെൻറ്റ്സ് ആൻഡ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രൊവിഷൻസ്, comparison of various herbal pharmacopoeia, regulatory requirements for herbal medicines. അപ്പം ഇങ്ങനെ കുറച്ച് നമ്മൾ പഠിച്ചതും പഠിക്കാത്തതുമായ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹെർബ്സ്. അപ്പം ഈ ഒരു സർക്കിൾ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, നമ്മൾ മുമ്പത്തെ സെമിസ്റ്ററിൽ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇവിടെയും ആവശ്യമാണ്. നിങ്ങൾക്കൊക്കെ ഇത് സെമിനാർ രൂപത്തിലായിരുന്നു പഠിക്കാൻ ഉണ്ടായിരുന്നത്. ബൊട്ടാനിക്കൽ ഇവാലുവേഷൻ ഒരു സെക്ഷൻ, അങ്ങനെ ഫിസിക്കല്, കെമിക്കല്, ബയോളജിക്കൽ, ഓർഗാനോലെപ്റ്റിക്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഓരോ ടോപ്പിക്സും നമുക്കിപ്പം എന്താണ് GPAT പോലുള്ള എക്സാംസിന് അല്ലെങ്കിൽ നൈപ്പറിനൊക്കെ ആണെങ്കിലും വെരി വെരി യൂസ്ഫുൾ ആണ്. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ഒരുപാട് സാധ്യതയുള്ളൊരു ഫീൽഡാണ് ഈ ഒരു ഹെർബൽ. ഓക്കെ, കോഗ്നോസി ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് അടുത്ത സബ്ജക്റ്റിലോട്ട് പോവാം. സോ ഈ സബ്ജക്റ്റിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ചൂസ് ചെയ്തത് കോസ്മെറ്റിക് സയൻസ് ആണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ക്ലാസ്സിലുള്ള എല്ലാവരും ഇതായതുകൊണ്ടാണ് ഞാനും ഈ 2 സബ്ജക്റ്റ് തന്നെ ചൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ കോസ്മെറ്റിക് സയൻസ്. Cosmetic science is an exciting new applied science that deals with knowledge and understanding of the various disciplines within the cosmetic science, cosmetic formulation science, and the organization and function of the cosmetic, toiletry and perfumery industries. നമ്മൾ സ്യൂട്ടിക്സ് പഠിച്ചിട്ടില്ലേ? പിന്നെ കുറച്ച് കോസ്മെറ്റിക്സ്, അതായത് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളും നമ്മൾ പ്രൊജക്റ്റിൽ ഇത് ഞങ്ങൾ പ്രൊജക്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. ഇപ്പം
ഫോർ എക്സാമ്പിൾ കോസ്മെറ്റിക് എക്സിപ്പിയൻസിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രിസർവേറ്റീവ്സ്, എമോലിയൻസ്, സർഫാക്റ്റൻസ്. ആൻഡ് റിലേറ്റിംഗ് ടു ഗേൾസ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ് കോസ്മെറ്റിക് സയൻസ്. സ്കിന്നിൻ്റെ കേസാണെങ്കിൽ നമുക്കിവിടെ സ്കിന്ന് വരയ്ക്കാനും അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. ഹെയർ ആണെങ്കിൽ ഹെയറിൻ്റെ ഓരോ സ്ട്രക്ചർ വരയ്ക്കണം. അതുപോലെ ഹെയർ ഗ്രോത്ത് സൈക്കിൾ പഠിക്കാനുണ്ട്. ഓറൽ ക്യാവിറ്റീസിൻ്റെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഹെയറിന് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും? മുടിക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും മുടി കൊഴിച്ചിൽ, അതെ, പിന്നെന്താണ് താരൻ, അല്ലേ? അപ്പം അങ്ങനെയുള്ള എന്താണ് കോസ്മെറ്റിക് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഹെയർ ആൻഡ് സ്കാൾപ്പ് പഠിക്കാനുണ്ട്. അതുപോലെ സ്കിന്നിന് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് നോക്കിക്കേ. സ്കിന്നിന് വരുന്ന ഒരു കോസ്മെറ്റിക് പ്രോബ്ലംസ് ആയിട്ട് എന്തൊക്കെയായിരിക്കും? ബ്ലെമിഷസ് വരാം, വ്രിങ്കിൾസ്, ആക്നെ, പിന്നെ പ്രിക്ലി ഹീറ്റ്, ബോഡി ഓഡർ. അതായത് നമുക്ക് ഈ ചൂടുകുരു, മനസ്സിലായി, അതാണ് പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കോസ്, അതിൻ്റെ കാരണം എന്താണ്, അതെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, പ്രിക്ലി ഹീറ്റ് ആണെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്കിതിൽ പഠിക്കാനുണ്ട്. പിന്നെ ആൻറ്റി പെർസ്പിറൻസ് എന്താണ്, ഡിയോഡറൻസ് എന്താണ്, SPF എന്താണ്, അല്ലേ, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ സൺസ്ക്രീൻ. അതുപോലെ നമ്മൾ സ്കിന്നിന് പറ്റിയ സംഭവമാണ് എന്ത്, ഹെർബാണ് ഈ അലോവേറയും ടെർമറിക്കും, കറ്റാർ വാഴയും മഞ്ഞളും. അപ്പം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട്. മുടിക്ക് പറ്റിയ എന്തൊക്കെയായിരിക്കും? മൈലാഞ്ചിയും നെല്ലിക്ക, ഹെന്ന ആൻഡ് അംല. പിന്നുള്ളതാണ് ഓറൽ കെയറിന് എന്താണ്, ആര്യവേപ്പും ഗ്രാമ്പും, നീം ആൻഡ് ക്ലോ. അപ്പോൾ ഇതിൻ്റെ ബയോളജിക്കൽ സോഴ്സും ഇതിലടങ്ങിയിരിക്കുന്ന കോൺസ്റ്റുവൻസും ഇത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിറ്റ് 3ലും പഠിക്കാനുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഫേസ് വാഷ്, അതിൻ്റെ ഫോർമുലേഷൻ എന്തൊക്കെയാണ്, ഓക്കെ, എത്ര ഗ്രാം എത്ര ml എടുത്തിട്ട് ഫേസ് വാഷ് നമ്മൾ നിർമ്മിക്കുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ മോയ്സ്ചറൈസിങ് ക്രീം, കോൾഡ് ക്രീം, വാനിഷിങ് ക്രീം, ഷാമ്പൂവിൻ്റെ കാര്യങ്ങൾ, എല്ലാ ടൈപ്പ് ഷാമ്പൂ, ഇറ്റ്സ് ലൈക്ക് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ എന്താണ്, കണ്ടീഷനിങ് ഷാമ്പൂ എന്താണ്. പിന്നെ നമ്മൾ ഹെയറിൽ വെക്കുന്ന എന്തൊക്കെയാണ്, എണ്ണ വെക്കും, അല്ലെ, ഹെയർ ഓയിൽ പഠിക്കാനുണ്ട്, ഹെയർ ഡൈസ് പഠിക്കാനുണ്ട്. പിന്നെ ടീത്ത് വൈറ്റനിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ടൂത്ത് പേസ്റ്റിൻ്റെ ഫോർമുലേഷൻ എല്ലാം ഇതിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ കോൾഡ് ക്രീം, വാനിഷിങ് ക്രീം പഠിക്കുമ്പം ഐ വിൽ ജസ്റ്റ് ഗിവ് എ ട്രിക്ക് ദാറ്റ് കോൾഡ് ക്രീം എന്ന് പറയുന്നതും വാനിഷിങ് ക്രീം എന്ന് പറയുന്നതും ഒരു ഇമൽഷനാണ്, അല്ലേ? ഇമൽഷൻ എന്ന് പറയുമ്പം മെയിൻലി 2 ടൈപ്പാണല്ലോ, വാട്ടർ ഇൻ ഓയിലും ഉണ്ട്, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൽഷനും ഉണ്ട്. എപ്പോഴും നമുക്ക് മാറിപ്പോവും കോൾഡ് ക്രീമും വാനിഷിങ് ക്രീമും തമ്മിലുള്ള ഏത് ഇമൽഷൻ ആയിരുന്നു എന്നുള്ളത്. സോ ജസ്റ്റ് തിങ്ക് ലൈക്ക് കോൾഡ് ക്രീം എന്ന് പറയുന്നത് വാട്ടർ ഇൻ ഓയിൽ ഇമൽഷനാണ്. അതെങ്ങനെ ഓർത്തിരിക്കും? കോൾഡ് വാട്ടർ എന്ന് പഠിച്ചിരുന്നാൽ മതി, ഓക്കെ, തണുത്ത വെള്ളം. അപ്പം കോൾഡ് ക്രീം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് വാട്ടർ ഇൻ ഓയിൽ എന്നാണ്, മനസ്സിലായോ? കോൾഡ് ക്രീം എന്ന് പറയുന്നത് വാട്ടർ ഇൻ ഓയിൽ ഇമൽഷനാണ്. സോ അങ്ങനെ ഓർത്തിരിക്കുക, കോൾഡ് ക്രീം ഇസ് എ ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വാട്ടർ ഇൻ ഓയിൽ ഇമൽഷൻ. അപ്പം വാനിഷിങ് ക്രീം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഓക്കെ. കാരണം നമുക്ക് ഇനിയും ഇതൊക്കെ പഠിക്കാനുണ്ട്. ഇതുപോലെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് കോസ്മെറ്റിക് സയൻസ്. ഇവിടെ നമുക്ക് കണ്ടല്ലോ, അത് ഹെന്ന, അംല. അപ്പം അതിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് അതിൽ നമുക്ക് തരുന്നത് കോസ്മെറ്റിക് ഇതായിട്ട്. പിന്നെ നമുക്ക് സെബോമീറ്ററിൻ്റെ കാര്യം പഠിക്കാനുണ്ട്, കോർണിയോമീറ്ററിൻ്റെ കാര്യം പഠിക്കാനുണ്ട്, പിന്നെ TWL മെഷർമെൻറ്റ്, ഹെയർ ടെൻസൈൽ സ്ട്രെങ്ത്, സ്കിൻ കളറ്. സോ ദെയർ ആർ വേരിയസ് സച്ച് തിങ്സ് ടു സ്റ്റഡി ഇൻ ദിസ് കോസ്മെറ്റിക് സയൻസ്. പിന്നെ പ്രൊജക്റ്റ് വർക്കായിട്ട് എനിക്ക് കിട്ടിയിരുന്നത് ഫോർമുലേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഹെർബൽ കാജലായിരുന്നു. ആൻഡ് 5 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിൽ. സോ വി ഡൺ ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി ആൻഡ് പ്രസൻറ്റഡ്. ആൻഡ് ഈ ഒരു ടീം വർക്ക്, ടൈം മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ലിസണിങ് സ്കിൽസ്, പ്രാക്ടിക്കൽ സ്കിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് വർക്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മുടെ BPharmൻ്റെ ലാസ്റ്റ് സെമിസ്റ്റർ ആണ്. സോ കോളേജ് അതുപോലെ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുക. ഹോസ്റ്റലിലുള്ളവരാണെങ്കിൽ ഹോസ്റ്റൽ ലൈഫ് എൻജോയ് ചെയ്യുക. ആൻഡ് ക്ലാസ്സിലുള്ള ഓരോ മിനിറ്റും ഓരോ സെക്കൻഡ്സും ജസ്റ്റ് തിങ്ക് ലൈക്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് മൊമെൻറ്റ് ഓഫ് മൈ കോളേജ് ലൈഫ്, ലാസ്റ്റ് സെമിസ്റ്റർ ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ഒരിക്കലും തിരിച്ച മൊമെൻറ്റ് കിട്ടത്തില്ല. സോ ദാറ്റ്സ് വൈ ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ള ഓട്ടമൊക്കെ കാണും നമുക്ക്. കാരണം രാവിലെ മുതൽ ഉച്ച വരെ ഈ തിയറി ക്ലാസ്സസ്, ഉച്ചയ്ക്ക് ശേഷം പ്രൊജക്റ്റോ അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് അങ്ങനെയാണ് കോളേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അങ്ങനെയൊക്കെ ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തരും. സോ നമ്മൾ
അതനുസരിച്ച് എൻജോയ് ചെയ്യാനും മറക്കരുത് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, സോ നന്നായിട്ട് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക. അതോടൊപ്പം ഈ സബ്ജക്ട്സുകളെല്ലാം ഒരേ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കുക. ഓക്കെ, so that's all. Thank you for watching and stay tuned and see you in the next video. This is me, Jasna. So bye bye.